അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മിൽ നിന്ന് പലരും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവരാണല്ലേ. അതിന് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള 2 ഇസ്മുകളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ 2 ഇസ്മുകൾ ഒന്നിച്ച് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ വളരെ മഹത്തായ പ്രതിഫലവും അതോടൊപ്പം തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ചെറിയ വീഡിയോയാണ്, പൂർണ്ണമായും കാണുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ടെൻഷനും ഒക്കെ തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ശാരീരികമായിരിക്കുന്ന ധാരാളം പ്രയാസങ്ങൾ നമുക്കുണ്ട്. രോഗങ്ങളെ കൊണ്ട് നമുക്ക് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. കൈമുട്ട് വേദന, കാൽമുട്ട് വേദന തുടങ്ങി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വേദന കാരണമായിക്കൊണ്ട്, രോഗങ്ങൾ കാരണമായിക്കൊണ്ട് ശാരീരികമായിരിക്കുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മാനസികമായിരിക്കുന്ന വേദനകൾ അനുഭവിക്കുന്നുണ്ട്. പലതരത്തിൽ മാനസികമായിരിക്കുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. കടങ്ങൾ വന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങി ആ ബിസിനസ് പരാജയത്തിലേക്ക് എത്തിയവർ, മകളെ കെട്ടിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ മകന്റെ വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 ഇസ്മുകൾ യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം എന്നുള്ളതാണ് ആ ഇസ്മ. ആ ഇസ്മിനെ നാം ഒന്നിച്ച് ധാരാളമായി ചൊല്ലുക. ഓരോ ദിവസവും ഒരു നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് നാം നിത്യമായി ചൊല്ലുക. ഏത് സമയത്തും നമുക്ക് ചൊല്ലാം. മഗ്‌രിബിന് ശേഷമോ സുബ്ഹിക്ക് ശേഷമോ അതല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്താണോ ഒഴിവ് കിട്ടുന്നത് ആ സമയത്ത് നാം ചൊല്ലുക. 2 ഇസ്മു കൂടെ ഒന്നിച്ച് ചൊല്ലണം. യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം എന്നിങ്ങനെ ഒന്നിച്ച് ചൊല്ലുക. ധാരാളമായി ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക. ഈ ഇസ്മിൻ്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് കാണാം, അവൻ്റെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഈ ഇസ്മ നിത്യവും പതിവാക്കുന്നതിലൂടെ പരിഹാരം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിരിക്കുന്ന പ്രയാസം ഏതാണോ ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള വഴികൾ നമ്മിലേക്ക് അല്ലാഹു തആല തുറന്നു തരും. ഈ ഇസ്മിനെ നിത്യമായി പതിവാക്കുന്നതിലൂടെ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ചെറിയ അറിവിനെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അതും ഒരു സ്വതക്കയാണ്. നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ അവർ അത് ചൊല്ലുന്നതിലൂടെ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. അപ്പോൾ ആ പ്രതിഫലം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു തആല നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.